പ്രിയമുള്ള കുട്ടികളെ, +1 ഫിസിക്സിലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കാൽക്കുലേഷൻ ഓഫ് എറേഴ്സ് എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചത്. അതിൽ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് വരുമ്പോൾ എന്തൊക്കെ റൂൾസ് പ്രകാരമാണ് നമ്മൾ പെർസെൻറ്റേജ് എറർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുകയുണ്ടായി. 1-2 ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മളതിൽ ചെയ്തു. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചില ന്യൂമറിക്കൽ പ്രോബ്ലംസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ടുള്ള ഒരു ചോദ്യം, എ ക്വാണ്ടിറ്റി P is given as P is equal to a cube b square divided by root c d. ഇതവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. a cube b square by root of c into d. The percentage errors in the measurement of A, B, C and D are given as 1%, A 1%, B 3%, C 4% and in D it is given as 2%. And we have to find the percentage error in P. ഇതാണ് ചോദ്യം. അപ്പം ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ 4 ക്വാണ്ടിറ്റീസാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓരോന്ന് മെഷർ ചെയ്യുമ്പോഴുള്ള പെർസെൻറ്റേജ് എറേഴ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പിയിലുള്ള പെർസെൻറ്റേജ് എററാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇവിടെയുണ്ട്. P is equal to a cube b square by root of c d. നമ്മുടെ റൂൾ പ്രകാരം ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100 ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എ റൈസ് ടു എൻ ഉള്ളതാവുമ്പം നമ്മൾ n ഡെൽറ്റ എ ബൈ എ എന്നാണ് എഴുതാറ്. അതേപോലെ 3 ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ് ബി സ്ക്വയർ ആണ് നെക്സ്റ്റ് ടേം. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് പ്ലസ് 2 ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ്, എപ്പോഴും എറർ ആഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ. എന്ത് ചിഹ്നമായാലും, ഡിവിഷനായാലും മൾട്ടിപ്ലിക്കേഷനായാലും പ്ലസ് ആയാലും മൈനസ് ആയാലും നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇവിടെയുള്ള ഡിവൈഡ് ബൈ നമ്മൾ പരിഗണിക്കേണ്ടതില്ല. റൂട്ട് ഓഫ് സി, സിയുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ c റേസ് ടു ഹാഫ് ആണ്. അപ്പോൾ പ്ലസ് ഹാഫ് ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 പ്ലസ്, ഇവിടെ ഡിവൈഡ് ബൈ ആയതുകൊണ്ട് മൈനസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പ്ലസ് തന്നെ ഡി മാത്രമാണ്. സോ ദാറ്റ് ഈസ് ഡെൽറ്റ ഡി ബൈ ഡി ഇൻറ്റു 100. ഇനി ഓരോന്നിലുമുള്ള പെർസെൻറ്റേജ് എറേഴ്സ് എത്രയാണെന്ന് നോക്കാം. എയിൽ 1% ആണ്. അപ്പോൾ 3 ഇൻറ്റു എയിലെ പെർസെൻറ്റേജ് എറർ 1 പ്ലസ്, രണ്ടാമത്തെ ടേം 2 ഇൻറ്റു ബിയിലെ പെർസെൻറ്റേജ് എറർ 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 പ്ലസ്, മൂന്നാമത്തെ ടേം സിയുടെ ടേം ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു സിയിലെ പെർസെൻറ്റേജ് എറർ 4% ആണ്. 4 പ്ലസ്, നാലാമത്തത് ഡിയിലെ പെർസെൻറ്റേജ് എറർ 2 ആണ്. അതിന് പവർ ഇല്ലാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 6 പ്ലസ് ഹാഫ് ഇൻറ്റു 4 2 പ്ലസ് 2 ദാറ്റ് ഈസ് 9 പ്ലസ് 2 11 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 13%. ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് എക്സാമിന് വരുന്നതാണ്. ഇതുപോലെയുള്ള മറ്റൊരു ചോദ്യം നമുക്ക് പരിഗണിക്കാം. The value of a physical quantity Q is given as, ഞാൻ ഇവിടെ തന്നെ അത് തിരുത്താം, പിക്ക് പകരം ചോദ്യം മാറ്റുകയാണ്, Q എന്നാക്കുകയാണ്. Q is given as a cube b cube by c root d. A cube b cube divided by c into root of d. Okay, that is a equation. The percentage errors in A, B, C and D are, എയിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നത് 2%, ബിയിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നത് 1%, സിയിലുള്ള പെർസെൻറ്റേജ് എറർ ദാറ്റ് ഈസ് 3%, ഡിയിലുള്ള പെർസെൻറ്റേജ് എറർ ദാറ്റ് ഈസ് 4%. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ക്യൂ. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഇതേപോലെ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ അതിൻ്റെ അക്ഷരങ്ങൾ മാറ്റി പെർസെൻറ്റേജ് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? ക്യൂ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു, എയുടെ മുകളിലുള്ള പവർ ഈ ക്വസ്റ്റ്യനിലും 3 തന്നെയാണ്. അപ്പോൾ ഒന്നും മാറ്റം വരുത്താനില്ല. 3 ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 പ്ലസ്, ബിയുടെ മുകളിലുള്ള പവർ 3 ആണ്. അപ്പോൾ 2 അല്ല, നേരത്തെ ക്വസ്റ്റ്യൻ മാറ്റുന്നു, 3 ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ്, സിയുടെ മുകളിലുള്ള പവർ 1 ആണ്.
ഡിവൈഡ് ബൈ ആണെങ്കിലും 1 ആണ് പവർ. സോ ഡെൽറ്റ സി ബൈ സി ഇൻറ്റു 100 എന്ന് മതി. പ്ലസ് മൈനസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പ്ലസ് ഡിയുടെ മുകളിലുള്ള പവർ ഹാഫാണ്, റൂട്ട് ഡി ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഹാഫ് ചേർക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് വ്യത്യാസം വരിക, സംഖ്യ മാറുന്നതുകൊണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ 3 ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100, ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 പ്ലസ് നെക്സ്റ്റ് ടേം 3 ഡെൽറ്റ ബി ബൈ ബി, ദാറ്റ് ഈസ് 3 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി ഈസ് 1 പ്ലസ് സിയിലുള്ള പെർസെൻറ്റേജ് എറർ 3 പ്ലസ് ഫോർത്ത് ടേം ഹാഫ് ഇൻറ്റു ഡിയിലുള്ള പെർസെൻറ്റേജ് എറർ 4. എല്ലാത്തിനും ബ്രാക്കറ്റ് ഇടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 പ്ലസ് 3 പ്ലസ് 3 പ്ലസ് ഹാഫ് ഇൻറ്റു 4 2. 6 പ്ലസ് 3 9 പ്ലസ് 3 12 പ്ലസ് 2 14%. സോ ദിസ് ഈസ് ദ മെത്തഡ് ഓഫ് ഡൂയിങ് സച്ച് പ്രോബ്ലംസ്. ഇത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് ഇക്വേഷൻ വരികയാണെങ്കിലും നിങ്ങൾക്കിതിൽ ചേഞ്ചുകൾ വരുത്തിയിട്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ വേറൊരു തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് the radius of a sphere is given as 5.3 plus or minus 0.1 centimeter. The radius of a sphere is given as 5.3 plus or minus 0.1 centimeter. You have to find the percentage error in its volume. അതിലുള്ള വോളിയത്തിൽ എത്രയാണ് പെർസെൻറ്റേജ് എറർ എന്നാണ് നമുക്ക് കണ്ടത്. ഒരു സ്ഫിയറിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം സ്ഫിയറിൻ്റെ വോളിയത്തിനുള്ള ഇക്വേഷനാണ് നമുക്ക് പരിചിതമായിരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുണ്ടാവുമെന്ന്. സ്ഫിയറിൻ്റെ വോളിയത്തിനുള്ള ഇക്വേഷൻ V is equal to 4/3 pi r cube ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് എറർ കാണുന്ന രീതിയിൽ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് വോളിയത്തിലുള്ള പെർസെൻറ്റേജ് എറർ ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ഈക്വൽ ടു 4/3 ഒരു ഡിജിറ്റാണ്, അതിൽ പെർസെൻറ്റേജ് എറർ ഇല്ല, പൈയിലും എറർ ഇല്ല. ആർ ക്യൂബ് എന്നാണ് വരുന്നത്. സോ നമ്മുടെ റൂൾ പ്രകാരം 3 ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇനി ആറിലുള്ള പെർസെൻറ്റേജ് എറർ നമുക്കറിയണം. പക്ഷേ ക്വസ്റ്റ്യൻ തന്നത് വേറൊരു തരത്തിലാണ്. 5.3 പ്ലസ് ഓർ മൈനസ് 0.1. ഈ പ്ലസ് ഓർ മൈനസ് 0.1 ആണ് ഇതിലുള്ള എറർ. അപ്പോൾ 0.1 എററും അതിൻ്റെ റീഡിങ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് 5.3 ആണ്. 5.3യോട് 0.1 കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. അപ്പോൾ 0.1 ആണ് അതിലത്തെ മെഷർമെൻറ്റിലുള്ള എറർ. അപ്പോൾ നമ്മൾ ഈ ഡെൽറ്റ ആർ ആണ് 0.1 ഡിവൈഡ് ബൈ ആറിൻ്റെ വാല്യൂ 5.3 ഇൻറ്റു 100. അപ്പം ഇത് എന്നിട്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുക 5.6% എന്നാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ഈ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്ന ഒരു വർക്ക്ഡ് ഔട്ട് ആയിട്ട് തന്നൊരു പ്രോബ്ലം നമുക്കൊന്ന് പരിചയപ്പെടാം. 2 temperatures are given as, the temperatures of 2 bodies are given as T1 is equal to 20 degrees Celsius plus or minus 0.5 degrees Celsius and T2 is equal to 50 degrees Celsius plus or minus 0.5 degrees Celsius. And calculate the temperature difference and the error in it. ഇതാണ് ചോദ്യം. 2 ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, 2 വസ്തുക്കളുടെ ടെമ്പറേച്ചറുകൾ. അതിൽ കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് ദ എറർ ഇൻ ഇറ്റ്. ഇവ തമ്മിലുള്ള ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് കാണുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം കാണാൻ പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ടെമ്പറേച്ചർ ഡിഫറൻസ് T ഡാഷ് ദറ്റ് ഈസ് ഈക്വൽ ടു T2 മൈനസ് T1. അപ്പോൾ നമുക്ക് കുറയ്ക്കുമ്പോൾ 50 മൈനസ് 20, 50 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 20 ഡിഗ്രി സെൽഷ്യസ്. ഇതാർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം പ്ലസ് ഓർ മൈനസ് ഇത് എററിൻ്റെ പോർഷനാണ്. എറർ എന്താ ചെയ്യേണ്ടത്? ഒരു എററിൽ നിന്ന് എറർ മൈനസ് ചെയ്യുകയില്ല. എറേഴ്സ് ആർ ഓൾവേസ് ആഡിങ് അപ്പ്. അപ്പോൾ എററിൻ്റെ പോർഷൻ നമ്മൾ എന്ത് ചെയ്യണം? 0.5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓർ മൈനസ് ഇല്ല, പ്ലസ് ഓൺലി പ്ലസ് 0.5 ഡിഗ്രി സെൽഷ്യസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മൈനസ് 20 ദാറ്റ് ഈസ് 30 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് ഓർ മൈനസ്, അതായത് അത്രയും ചേഞ്ച് വരാം. എത്ര? 0.5 പ്ലസ് 0.5 ദാറ്റ് ഈസ് 1 ഡിഗ്രി സെൽഷ്യസ്.
So this is the temperature difference is 30 degrees Celsius and the question പറഞ്ഞ and the error in it is 1 degree Celsius. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ടത് എറേഴ്സ് എപ്പോഴും ആഡ് ചെയ്താൽ മതി. അപ്പം എററിന് വാല്യൂവിൻ്റെ കൂടെ പ്ലസ് ഓർ മൈനസ് എറർ രണ്ടും കൂടി കൂട്ടുക മാത്രം ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ടെക്സ്റ്റിലുള്ള മറ്റൊരു ചോദ്യം. The resistance R is equal to V by I. Worked out ആണ് ഈ ചോദ്യവും. R is equal to V by I, where V is equal to 100 plus or minus 5 volt and I is equal to 10 plus or minus 0.2 ampere. ഇതാണ് ചോദ്യം. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിലുള്ള പെർസെൻറ്റേജ് എററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ സ്ഫിയറിൻ്റെ വാല്യൂ തന്നിട്ട് റേഡിയസിൻ്റെ വാല്യൂ തന്നിട്ട് പെർസെൻറ്റേജ് എറർ കണ്ടുപിടിച്ച മാതിരി തന്നെ ചെയ്യണതിൽ. അപ്പോൾ വോൾട്ടേജിലുള്ള വാല്യൂ തന്നിട്ടുണ്ട്, അതിലത്തെ എറർ 5 ആണ്. കറണ്ടിൻ്റെ വാല്യൂ ഉണ്ട്, അതിലത്തെ എറർ 0.2 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒരു മെത്തേഡ് ഇതാണ്, പെർസെൻറ്റേജ് എറർ ഇൻ വി. Error in V, that is delta V by V into 100, that is equal to delta V 5 ആണ്, 5 by 100 into 100, that is equal to 5 volt. അതിലുള്ള 5% അതിലുള്ള പെർസെൻറ്റേജ് എറർ. അതേമാതിരി പെർസെൻറ്റേജ് എറർ ഇൻ കറണ്ട്. എറർ ഇൻ കറണ്ട് is equal to എറർ 0.2 ആണ്, 0.2 divided by 10 into 100. അത് ചെയ്താൽ 2 എന്ന് കിട്ടും, 2%. ഓക്കെ, ഇനി R is equal to V by I ആണ്. R is equal to V by I. നമ്മുടെ പഴയ റൂൾ പ്രകാരം ഡെൽറ്റ R by R into 100 is equal to ഡെൽറ്റ V by V into 100 plus ഡെൽറ്റ I by I into 100. വോൾട്ടേജിലുള്ള പെർസെൻറ്റേജ് എറർ 5% ആണ്. ദാറ്റ് മീൻസ് 5% പ്ലസ് കറണ്ടിൽ 2%. സോ 5% പ്ലസ് 2%, ദാറ്റ് ഈസ് ഈക്വൽ ടു 7%. സോ ദിസ് ഈസ് ദ ആൻസർ, 7%. അപ്പോൾ നമ്മളിതിൽ ആ റേഡിയസിൻ്റെ ചോദ്യത്തിൽ സ്ഫിയറിൻ്റെ വോളിയം കാണാനുള്ള ആ ചോദ്യത്തിൽ ചെയ്ത അതേപോലെ തന്നെയാണ്. വാല്യൂ തന്നപ്പോൾ 5/100 into 100 അതിലത്തെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിച്ചു. അതേമാതിരി ഇതിലത്തെ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിച്ചു. എന്നിട്ട് രണ്ടും നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. The resistances, two resistors 60 plus or minus 2 ohm and 120 plus or minus 4 ohm are connected in series. What is the effective resistance with error limit and find the percentage error in effective resistance? ഇതാണ് ചോദിച്ചത്. ഒന്നുകൂടെ വായിക്കാം. Two resistors 60 plus or minus 2 ohm and 120 plus or minus 4 ohm. നമുക്കിതിനെ ഒരു റെസിസ്റ്ററിനെ R1 എന്നും ഒരു റെസിസ്റ്ററിനെ R2 എന്നും പറയാം. ആർ കണക്റ്റഡ് ഇൻ സീരീസ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ 9-ലോ 10-ലോ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആകുമ്പം എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ R is equal to R1 plus R2 ആണ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിത്ത് എറർ ലിമിറ്റ് ആൻഡ് ഫൈൻഡ് ദ പെർസെൻറ്റേജ് എറർ ഇൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെ തന്നാൽ R1 plus R2 ചെയ്യുമ്പം നേരത്തെ ചെയ്ത ഒരു ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസിൻ്റെ പ്രോബ്ലം മാതിരി ഇത് നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 60 പ്ലസ് ഓർ മൈനസ് 60 നമുക്ക് ആദ്യം റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്യാം. 60 പ്ലസ് 120 രണ്ട് വാല്യൂസ് ആഡ് ചെയ്തു. എന്നിട്ട് പ്ലസ് ഓർ മൈനസ് എറേഴ്സ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? എറേഴ്സ് ആർ ഓൺലി ആഡിങ് അപ്പ്. ഇതിലുള്ള എറർ 2 ആണ്, ഇതിലുള്ള എറർ 4 ആണ്. അപ്പോൾ 2 plus 4 that is equal to 120 plus 60, 180 plus or minus 2 plus 4, 6. This is the value of effective resistance. 180 plus or minus 6 ohm. പിന്നെ അതിലൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്.
വാട്ട് ഈസ് ദ എറർ ലിമിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യനിൽ. എറർ ലിമിറ്റാണ് ഇതിലത്തെ 6. എത്ര വരെ എറർ പോകാം? അപ്പം 180യുടെ കൂടെ 6 വരെ അങ്ങോട്ടാവാം, അല്ലെങ്കിൽ 180യിൽ നിന്ന് 6 വരെ ഇങ്ങോട്ട് കുറയാം. അപ്പോൾ എറർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിലത്തെ 6 ആണ്. പിന്നെ ചോദിച്ചത് വാട്ട് ഈസ് എ പെർസെൻറ്റേജ് എറർ ഇൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ഇതിലത്തെ പെർസെൻറ്റേജ് എറർ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് എറർ കാണാം. R1ലെ പെർസെൻറ്റേജ് എററും R2ലെ പെർസെൻറ്റേജ് എററും കണ്ടിട്ട് അത് രണ്ടും കൂടെ ആഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു തരത്തിൽ ചെയ്യാം. എഫക്റ്റീവ് റെസിസ്റ്റൻസിൽ 6 ആണ് എറർ. ഓക്കെ, അപ്പം ഡെൽറ്റ R ബൈ R ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6/180 ഇൻറ്റു 100 ആയിരിക്കും അല്ലേ? 6/6 ആണ് എറർ, 180 ആണ് ആക്ച്വൽ വാല്യൂ. അപ്പോൾ 6/180 ഇൻറ്റു 100 ആയിരിക്കും വാല്യൂ വരിക. ദ വാല്യൂ വിൽ ബി 3.33%. മറ്റേ തരത്തിലും ചെയ്ത് നോക്കുക, അത് തന്നെയല്ലേ കിട്ടുന്നതെന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. The length and breadth of a rectangular sheet are given as length 16.2 plus or minus 0.1 centimeter and breadth is 10.1 plus or minus 0.1 centimeter. ഒരു റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് എറർ ആൻഡ് എറർ ലിമിറ്റ് ഇൻ ഏരിയ. പെർസെൻറ്റേജ് എറർ കാണണം ഏരിയയിൽ, അതുപോലെ എറർ ലിമിറ്റും ഏരിയയിൽ കാണണം. അപ്പോൾ നമുക്ക് ഓരോന്നിലെയും പെർസെൻറ്റേജ് എറർ കാണാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ ചെയ്തതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞ മെത്തേഡിൽ ഇത് ചെയ്യാം. ആദ്യം പെർസെൻറ്റേജ് എറർ ഇൻ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ L ബൈ L ഇൻറ്റു 100 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ L എന്ന് പറഞ്ഞാൽ 0.1 ആണ്, 0.1 ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത്ത് 16.2 ആണ് ഇൻറ്റു 100. അത് ചെയ്താൽ വരുന്ന ഉത്തരം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുക 0.6% എന്നാണ് അത് ചെയ്താൽ കിട്ടുക. അതേപോലെ പെർസെൻറ്റേജ് എറർ ഇൻ ബ്രെഡ്ത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്തിലുള്ളത് ഡെൽറ്റ B ബൈ B ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഡെൽറ്റ B 0.1 ആണ്, 0.1 ബൈ 10.1 ഇൻറ്റു 100. ഇത് ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി 1%, 0.999 എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി ഇത് 1% ആയിരിക്കും വരിക. ഓക്കെ, ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് എന്താണ്? ഫൈൻഡ് ദ എറർ ലിമിറ്റ് ആൻഡ് പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ എന്നാണ് ചോദിച്ചത്. അപ്പോൾ പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പം ഡെൽറ്റ A ബൈ A ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു ഡെൽറ്റ L ബൈ L ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ B ബൈ B ഇൻറ്റു 100. ഡെൽറ്റ L ബൈ L ഇൻറ്റു 100 ഈസ് 0.6 പ്ലസ് ഡെൽറ്റ B ബൈ B ഇൻറ്റു 100 ഈസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6%. ഇതാണ് പെർസെൻറ്റേജ് എറർ. ഓക്കെ, ഇനി എറർ ലിമിറ്റ് കാണണം. അതിന് ഏരിയ എത്രയാണ് എന്ന് ആദ്യം ചെയ്യണം. നമുക്ക് ഏരിയ എത്രയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്. അപ്പോൾ ഏരിയ ആദ്യം നമ്മൾ കാണുക, എന്നിട്ടാണ് എറർ ലിമിറ്റ് ചെയ്യാൻ പറ്റുക. ഏരിയ ഈസ് ഈക്വൽ ടു L ഇൻറ്റു B ദാറ്റ് ഈസ് 16.2 ഇൻറ്റു 10.1. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ 163.62 എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, 163.62 ആണ് കിട്ടുക. സെൻറ്റിമീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്ററിലായിരുന്നു ഇത് വാല്യൂസൊക്കെ ഉള്ളത്. ഇനി ഇതിലാണ് 1.6% ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ എറർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഈസ് ഈക്വൽ ടു 163.62 പ്ലസ് ഓർ മൈനസ് എന്തെങ്കിലും ഒരു സംഖ്യ എഴുതണം. ആ സംഖ്യ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് വെച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയാണ് പെർസെൻറ്റേജ് എറർ? 1.6% ആണ് എറർ ഉള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 1.6% എത്രയാണ്? 163.62ൻ്റെ 1.6% എത്രയാണ്? അപ്പോൾ പെർസെൻറ്റേജ് എറർ ഇൻ ഏരിയ ഇസ് ഈക്വൽ ടു 163.62ൻ്റെ 1.6% എറർ ഉണ്ട്. അപ്പോൾ ഇൻറ്റു 1.6 ബൈ 100. അത് ചെയ്താൽ ഏതാണ്ട് 2.6 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഏരിയയുടെ ആക്ച്വൽ വാല്യൂ എന്ത് വരും? ഏരിയ ഈസ് ഈക്വൽ ടു എഴുതേണ്ടത്
ഇവിടെ ഇത് മാത്രമാണ് വരുന്നത്. ഏരിയയുടെ ആക്ച്വൽ വാല്യൂ 163.62 ± 2.6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ആക്ച്വൽ വാല്യൂ. അപ്പോൾ എറർ ലിമിറ്റ് ഇതാണ്. പെർസെൻറ്റേജ് എറർ ഇത്രയാണ്. അപ്പോൾ പെർസെൻറ്റേജ് എറർ നമുക്കിത് കിട്ടി. ഏരിയയിൽ ഇത്ര പെർസെൻറ്റേജ് എറർ ഉണ്ട് എന്ന് കിട്ടി. അപ്പോൾ എത്രയാണ് ആ പെർസെൻറ്റേജ് എറർ എന്ന് കാണാൻ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 1.6% എത്രയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ ± ആയിട്ട് അത് എഴുതുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. അത് നോട്ട്സൊക്കെ എഴുതിയിട്ട് കറക്റ്റായിട്ട് അത് ആക്കുക, ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഈ വീഡിയോ ഇതിൽ മതിയാക്കാം. ശരി.